നമസ്കാരം. SIR-മായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുകയും അത് BLO വാങ്ങിക്കൊണ്ട് പോവുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നാളെ മുതൽ 3 ദിവസമാണ് അപ്ലോഡ് ചെയ്യാൻ സമയം എടുത്തിട്ടുള്ളത്. പക്ഷെ എങ്കിലും നമ്മുടെ BLOമാർ അന്നന്ന് കളക്ട് ചെയ്യുന്നത്, ശരിയായ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അന്നന്ന് തന്നെ അവർ അപ്ലോഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആപ്ലിക്കേഷനൊക്കെ വലിയ പണിമുടക്കും വലിയ പ്രശ്നങ്ങളുമാണ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ പ്രതിസന്ധിയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം, എന്യൂമറേഷൻ ഫോം സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്, BLO വാങ്ങിക്കൊണ്ട് പോയത് അപ്ലോഡ് ചെയ്തത് എങ്ങനെ അറിയാം എന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഇതുകൂടിയാണ് മിക്കവാറും എല്ലാവരും ആപ്ലിക്കേഷൻ ഫോം വാങ്ങുന്നത്. ഒരുപക്ഷെ 26-ാം തീയതി വരെ വാങ്ങിയെന്നും വരാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അപ്ലോഡ് പൂർത്തിയാകുന്നത് 26-ാം തീയതിയാണല്ലോ. അപ്പൊ അതുവരെ ചിലപ്പോൾ BLOമാർ വർക്ക് നടക്കാത്ത മേഖലയിലുള്ള BLOമാർക്ക് ഒരുപക്ഷെ അതുവരെ കളക്ട് ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആരെങ്കിലും ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ 100% ശരിയാണ് എന്ന് ഉറപ്പുവരുത്തണം. അതിനി വെട്ടിത്തിരത്തിലോ ഇനി വൈറ്റ്നർ വെച്ചുകൊണ്ട് മായ്ച്ചിട്ട് എഴുതലോ ഒക്കെ വേണ്ടി വന്നാലും സാരമില്ല. അതൊക്കെ ചെയ്തുകൊണ്ട് ആശങ്കപ്പെടാതെ 100% നിങ്ങൾക്ക് ഉറപ്പ് വരുന്ന രീതിയിൽ ശരിയായി തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. BLOമാർ ആകെ ശ്രദ്ധിക്കുന്നത് ഇതിന്റെ സെക്കൻഡ് കോളം, നമ്മുടെ മുകളിലത്തെ പേര് കാര്യങ്ങളല്ല, അവർ നമ്മുടെ കൊടുത്തിട്ടുള്ള ബന്ധു ലിസ്റ്റിലുണ്ടോ എന്നാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. എന്യൂമറേഷൻ ഫോം ആണല്ലോ, നമ്മളോ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ആളോ അവിടെ ലിസ്റ്റിലുണ്ടോ എന്ന് മാത്രമാണ് അവർ നോക്കുന്നത്. കാരണം നമ്മുടെ അഡ്രസ്സോ മറ്റു കാര്യങ്ങളോ വീട്ട് നമ്പറോ പിൻ നമ്പറോ ഒന്നും ഇവർക്ക് കാണാപ്പാടമൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ എന്താണോ എഴുതി കൊടുത്തത് അവർ അതെവിടെ ഇങ്ങോട്ട് അടിച്ചു കയറ്റും. അത് പിന്നെ മിസ്മാച്ച് വന്നാൽ പക്ഷേ നമുക്ക് വോട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇനി കൊടുക്കാനുള്ളവർ, എനിക്ക് തോന്നുന്നു 25-ാം തീയതി വരെയെങ്കിലും അവർ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, 26-ാം തീയതി ലാസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ശരിയായി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിങ്ങനെ തന്നെ പറയാൻ കാരണം, ഞങ്ങളുടെ തറവാട് നിലനിൽക്കുന്ന വാർഡിൽ നമുക്കറിയാലോ, ഒരു വാർഡിൽ ഏകദേശം 1300-ലധികം ആൾക്കാരുണ്ടാവും, ഏറ്റവും ചുരുങ്ങിയത്. വലിയ പഞ്ചായത്താണതുകൊണ്ട് തന്നെ വലിയ ഒരു വാർഡാണ്, അത്രയധികം മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ആകെ 3 പേരാണ് ഈ എന്യൂമറേഷൻ ഫോം കൃത്യമായി പൂരിപ്പിച്ചു പോയത്. ബാക്കിയുള്ള മുഴുവൻ ഫോമുകളും വൈറ്റ്നറും മറ്റും വെട്ടിത്തിരുത്തലുമായി ഇരുന്ന് കൈകാര്യം ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 3 ഫോം എന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ വീട്ടിലെ എൻ്റെ മാതാവിന്റെ ഫോമാണ്, രണ്ടാമത് എൻ്റെ മാതാവിന്റെ സഹോദരന്റെ ഫോമാണ്, പിന്നെ അവരുടെ ഭാര്യയുടെ ഫോമാണ്. ഇത് 3 പേർ, ഈ 3 പേരുടേത് മാത്രം. നമ്മുടെ മറ്റു ബന്ധുക്കളൊക്കെ മറ്റു വാർഡുകളിലായതുകൊണ്ട് ഇതിലേക്ക് വന്നിട്ടില്ല. ഇത് ഞാൻ കൃത്യമായി വിളിച്ച് പറഞ്ഞു കൊടുത്തത് കൊണ്ടും അത് ശരിയായി അവർ പൂരിപ്പിക്കാൻ അവർ ശ്രമിച്ചത് കൊണ്ടുമാണ് ആ ഒരു പ്രശ്നമില്ലാത്തത്. അത് നോക്കിയാണ് എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു അവയർനെസ് ആർക്കും കിട്ടിയിട്ടില്ല, അഥവാ നമ്മൾ കൊടുത്തിട്ടത് ആരും അറിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. എന്നാൽ മറ്റു ചില പഞ്ചായത്തുകളിലൊക്കെ നമ്മുടെ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഏകദേശം 80%-ലധികം ക്ലിയർ ആയി ചെയ്തു കൊടുത്തതുമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആമുഖമായി തന്നെ പറയുന്നത്, ഇനിയും സബ്മിറ്റ് ചെയ്യാത്ത ഫോമുകൾ BLOമാരുമായിട്ട് ചേർന്നിട്ടൊന്ന് വെരിഫൈ ചെയ്യണം. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ് ശരിയാണ് എന്നൊന്ന് നോക്കണം. എന്നിട്ട് പിന്നീട് ഒരു തിരുത്തൽ വരാത്ത വിധത്തിൽ, നമ്മൾ കെട്ടും പാട്ടോ എടുത്തുകൊണ്ട് ഇറങ്ങുന്ന വിധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും നോക്കണം. കാരണം ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ ജനങ്ങൾക്ക് അവകാശമില്ല എന്നുണ്ടെങ്കിലും അവർ നിർണ്ണയിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആര് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് അവകാശമുണ്ടല്ലോ, അത് നമുക്ക് ശരിയായി വിനിയോഗിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മളുടെ എന്യൂമറേഷൻ ഫോം, നമ്മൾ കൊടുത്തിട്ടുള്ള എന്യൂമറേഷൻ ഫോം BLO കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് എന്ന് നോക്കാം. അതിനായി നമ്മൾ voters.eci.gov.in എന്ന സൈറ്റിൽ, സാധാരണ നമ്മൾ കയറുന്ന സൈറ്റിൽ തന്നെ കയറുക. ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ലോഗിൻ ചെയ്യാനായിട്ട് പറയും. ലോഗിൻ ചെയ്യാനായിട്ട് പറയുന്നിടത്ത് നമ്മുടെ മൊബൈൽ നമ്പരും നമ്മുടെ ക്യാപ്ചയും അല്ലെങ്കിൽ എപ്പിക് നമ്പരും ക്യാപ്ചയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP അയച്ചിട്ടുണ്ട് എന്ന് പറയും നമ്മുടെ മൊബൈലിലേക്ക്. ആ OTP കൊടുത്ത് നമ്മൾ വെരിഫൈ ലോഗിൻ എന്ന് എൻ്റർ ചെയ്യാം. ഇനി ഒരു പക്ഷേ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതേ പ്രോസസ്സ് തന്നെ, മൊബൈൽ നമ്പർ കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, എന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് കുറച്ച് വിവരങ്ങൾ അവിടെ ചോദിക്കും. ആ വിവരങ്ങളെല്ലാം കൃത്യമായി പൂരിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാൻ പറയുമ്പോൾ ഇതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൊടുത്ത് OTP എല്ലാം കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുകളിൽ വലതുവശത്ത് നിങ്ങളുടെ പേര് കാണാൻ സാധിക്കും. നിങ്ങൾ കൊടുത്തിട്ടുള്ള പേര്, അതായത് നിങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും കൊടുത്തിട്ടാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്, അത് മുകളിൽ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നോക്കൂ, ഇങ്ങനെ OTP കൊടുത്തു. OTP കൊടുത്തിട്ട് വന്നതിന് ശേഷം വീണ്ടും പഴയ പേജിലേക്ക് എത്തി.
ലോഗിനായി വന്നു. നിങ്ങളുടെ പേര് മുകളിൽ കാണുന്നുമുണ്ട്. എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ എപ്പിക് നമ്പർ കൊടുക്കാൻ പറയും. അവിടെ 2025 എപ്പിക് നമ്പർ, ഇപ്പോൾ എടുത്ത എപ്പിക് നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി തർക്കമൊന്നും വേണ്ട. ഇനി പഴയതാണോ പുതിയതാണോ എന്നൊന്നും ചോദിക്കരുത്. എൻ്റർ എപ്പിക് നമ്പർ ഇൻ 2025 എന്ന് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ എപ്പിക് നമ്പർ നമ്മളവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ എപ്പിക് നമ്പർ അവിടെ അടിച്ചു കൊടുക്കുകയാണ്. നോക്കൂ. അതിനുശേഷം നമ്മൾ സെർച്ച് കൊടുത്തു. സെർച്ച് കൊടുക്കുമ്പോൾ അതിന്റെ താഴെ നോക്കൂ, യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് വിത്ത് മൊബൈൽ നമ്പർ 9400062204. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് യുവർ BLO. അതായത് നിലവിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുന്നത്. അതായത് BLO നമ്മുടെ ഫോം കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. പിന്നെ തെറ്റ് നിരത്തിലും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് പിന്നീട്. ആകെ നമുക്ക് ആശങ്കയുള്ളത് ഈ ബന്ധങ്ങളും ബന്ധു എന്ന് പറയുന്ന രേഖകളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് മാത്രമാണ്. ഈ എന്യൂമറേഷൻ ഫോമിന്റെ മറ്റ് കർമ്മങ്ങളിലേക്ക്, അതായത് വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഇനി അതിന്റെ പേരിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടോ ഒന്നും ഒരു വിഷയമില്ല. പൗരത്വമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊന്നും ഇല്ല, അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു പക്ഷേ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കേട്ടോ. ഏതായാലും ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ പിടിച്ച് പുറത്താക്കിക്കൊണ്ട് ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കും നമ്മുടെ സർക്കാർ ഉണ്ടാക്കുന്നു കരുതേണ്ട മണ്ടനൊന്നുമല്ല ഞാൻ. നിങ്ങളും അത് വിശ്വസിക്കേണ്ട എന്നുള്ളതാണ് എന്റെ നിലപാട്. പക്ഷെ ശരിയായ രേഖകൾ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഹാജരാക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു വിഭാഗം ഒരു പക്ഷേ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്നത് വാസ്തവമാണ്. ഇന്നലെ ഒക്കെ BLOമാരുമായിട്ടും മറ്റും സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 100% ശരിയായി ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. BLOമാരുടെ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് അത്തരം വിവരങ്ങൾ കിട്ടും. കൃത്യമായ വിവരങ്ങൾ കൊടുത്തിട്ടുള്ളവരുണ്ട്. അതായത് ഒരാൾ പോലും എന്യൂമറേഷൻ ഫോം കൊടുത്തതിൽ നിന്ന് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്ത് പോകാത്ത വാർഡുകളുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ്. കാരണം അത്തരത്തിൽ വളരെ വ്യക്തമായി ഞാനടക്കമുള്ളവരുടെ വീഡിയോകളും BLOമാരുടെ സഹായം ഒക്കെ കൊണ്ട് കൃത്യമായി ഒരു പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ പുതിയ ലിസ്റ്റ്, അതായത് ഫോം 6 ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഡാറ്റാസ് കറക്റ്റ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് എന്തെങ്കിലും വരുമെന്നോ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതായത് നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കാണ്ടാവും. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും ഒരാളുടെ രേഖ കൂടി കൊടുക്കണം. ആ 12 രേഖകളിൽ ഒന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു രേഖ കൊടുക്കാൻ മാതാപിതാക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ, മാതാപിതാക്കൾ മരിച്ചു പോവുകയോ രേഖകളില്ലാതെയോ ഒക്കെ സാഹചര്യം വരുമ്പോൾ മറ്റു ബന്ധുക്കളെ കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകാം. അതിനെന്തെങ്കിലും ഒരു പരിഹാരം സർക്കാർ ഇടപെട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് തന്നെ ഉണ്ടാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കാര്യങ്ങൾ നേരെ ചൊവ്വേ നടക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ശ്രമിക്കട്ടെ എന്നാണ് കരുതുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ വാർഡിന്റെ മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ ചില വാർഡുകൾ 100% സക്സസ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷം എന്നല്ല, ഏതാനും വാർഡുകൾ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള വാർഡുകളിൽ ചുരുങ്ങിയത് ഒരു 10-20 പേരുടെ എന്യൂമറേഷൻ ഫോമിൽ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തതുണ്ട്. പിന്നെ പുതിയ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള 6 ഉണ്ടാകാൻ സാധ്യതയുള്ളതുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നേരത്തെ കണക്ക് ഏതാണ്ട് ഒരു 20 പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാകുമെന്നാണ് കണക്ക്. വോട്ടർ ലിസ്റ്റിന് പുറത്തു പോകുന്നവർ അങ്ങനെ വരികയാണെങ്കിൽ 20 പേര് വെച്ച് കണക്കെടുത്തു കഴിഞ്ഞാലും 6 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിലുള്ളവർക്ക് വോട്ട് നഷ്ടപ്പെടും എന്നുള്ളൊരു ഉറപ്പാണ്. നിലവിലുള്ള വോട്ടേഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരുടെ കാര്യം പറയണേ, ബംഗ്ലാദേശികളുടെയും മറ്റു താമസിക്കുന്നവരുടെ അനധികൃത വോട്ടർമാരുടെ കാര്യമല്ല. പിന്നെ എണ്ണത്തിൽ കൂടുന്നത് അത് എത്രത്തോളം വരുമെന്ന് ഇപ്പൊ പറയാൻ പറ്റൂല. ഇതിന്റെ ഫൈനൽ റിസൾട്ട് എത്തിയിട്ടില്ല. ഫൈനൽ റിസൾട്ട് 26-ന് ശേഷം അറിയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ആലോചിക്കാം എത്ര പേർക്ക് വോട്ട് നഷ്ടപ്പെടും, എന്തൊക്കെ ചെയ്യുമെന്ന്. ഏതായാലും ആർക്കെങ്കിലും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ, രേഖകളുടെ അഭാവം മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് വോട്ടർ ലിസ്റ്റിൽ നമുക്ക് ഇടം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നേ തുടങ്ങണം. അതിന് പ്രധാനമായിട്ട് 3 രേഖകളാണ് വേണ്ടത്. 12 രേഖകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ 3 രേഖകൾ ഏറ്റവും മസ്റ്റാണ്. നമ്മൾ എവിടെ ജനിച്ചു, എന്നാണ് ജനിച്ചത്, ഇത് രണ്ടും സ്കൂൾ സർട്ടിഫിക്കറ്റിൽ നിന്ന് കിട്ടും. പിന്നെ നിലവിലുള്ള സ്ഥിര മേൽവിലാസം അത് ആധാറിൽ നിന്ന് കിട്ടും. ഇതിൽ SLC ബുക്ക് ആണെന്നാണ് ചോദിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ മാറ്റം വരുത്തുമെന്ന് ഉറപ്പാണ്. കാരണം എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞവരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം മതി എന്നുള്ള അവസ്ഥയിലേക്ക് ഒരു പക്ഷെ എത്തിയേക്കാം. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ജന്മരേഖ ഇല്ലാത്തവർ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളിൽ 1ാം ക്ലാസ്സിലെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ടാൽ അവിടെ രേഖ ഉണ്ടാകും. ഒരു 50 രൂപ പേപ്പറാണെന്നാണ് തോന്നുന്നത്, മുദ്ര പേപ്പറാണ് തോന്നുന്നുണ്ട്. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പഠിച്ചതായിട്ടുള്ള രേഖ നിങ്ങൾക്ക് അവർ എഴുതി തരും. അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഒക്കെ ഉണ്ടാകും.
നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ ശരീരത്തിലുള്ള അടയാളങ്ങളടക്കം അതിനകത്തുണ്ടാവുന്നത് കൊണ്ട് ആ രേഖ മതിയാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പാസ്പോർട്ട് യൂസ് ചെയ്യാം, പാസ്പോർട്ടിലും ആ രേഖകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ 12 രേഖകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫസ്റ്റ് കമന്റ് നിങ്ങൾ നോക്കിയാൽ അതിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ പോയിട്ട് ആദ്യകാല വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ രേഖകൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിനി മാറ്റുന്നില്ല. എന്തായാലും ഇപ്പോൾ തന്നെ ആ രേഖകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊക്കെ സംഘടിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുക. ഇനി തിരുത്തുന്ന സമയത്ത് അപ്പോൾ വണ്ടിപ്പാഞ്ഞ് വിഷമിക്കാൻ നിൽക്കണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു പക്ഷത്തിന് വോട്ട് നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാതിരിക്കാൻ, ഇനി അഥവാ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോയാലോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യം വന്നാലോ അത് തിരിച്ചു പിടിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് മറ്റുള്ളവരെ വഴി പറയാതിരിക്കുക. Different angles. Don't forget to subscribe and support this channel.